തനിക്കെതിരെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച പൂർവ്വ വിദ്യാർത്ഥിയുടെ നന്മയെക്കുറിച്ച് വിവരിച്ച മുൻ പ്രിൻസിപ്പലും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഡോക്ടർ ബിജു ടി ജോർജ്. ജില്ലാ പഞ്ചായത്ത് മുൻ അംഗവും ഇത്തവണ മല്ലപ്പള്ളി ഡിവിഷനിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച SV സുബിനെക്കുറിച്ചാണ് ഡോക്ടർ ബിജു ടി ജോർജിന്റെ നല്ല വാക്കുകൾ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ തന്റെ പൂർവ്വ വിദ്യാർത്ഥികളെ ഓർത്തെടുത്ത് പ്രസംഗിച്ച് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മല്ലപ്പള്ളി ഡിവിഷൻ മെമ്പർ ഡോക്ടർ ബിജു ടി ജോർജ് ശ്രദ്ധേയനാവുന്നു. അതിൽ മിടുക്കനും തെരഞ്ഞെടുപ്പിൽ തന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന SV സുബിനെ ഓർത്തെടുക്കുന്നതിനാണ് അദ്ദേഹം ഏറെ താല്പര്യം കാണിച്ചത്. കൂട്ടത്തിൽ കേരളത്തിന്റെ അഭിമാന ഗായകനായിരുന്ന തന്റെ പ്രിയ ശിഷ്യൻ അന്തരിച്ച സന്തോഷ് മല്ലപ്പള്ളിയെയും അദ്ദേഹം പ്രസംഗങ്ങളിൽ ഓർത്തെടുക്കും. ഞാൻ പലപ്പോഴും ഈ സ്കൂളുകളിലെ പരിപാടിയൊക്കെ പങ്കെടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ അധ്യാപകനായിരുന്നപ്പോൾ എൻ്റെ വിദ്യാർത്ഥികളെ കുറിച്ചാണ്. അത് തീർച്ചയായിട്ടും ഞാനിപ്പോൾ അത് പറയുമ്പോൾ ഒരു വെച്ച് കിട്ടിയതായിട്ട് പറയാൻ കഴിയില്ല. കാര്യം എൻ്റെ അധ്യാപനം തുടങ്ങുന്നത് മല്ലപ്പള്ളി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ്, ഒരു പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ്. ആ സ്ഥാപനം ഒരു 400-ലധികം വിദ്യാർത്ഥികളുള്ള, ഇപ്പോഴത്തെ ചില കോളേജിലുള്ള വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ വിദ്യാർത്ഥികളുള്ള ഒരു സ്ഥാപനമായിരുന്നു. അവിടുത്തെ എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻ്റ് ആയിരുന്നു നിങ്ങളുടെ SMC ചെയർമാനായിട്ടുള്ള ബഹുമാനായ സുബിൻ, SV സുബിൻ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്നെ പോലുള്ള അധ്യാപകർക്ക് വലിയ പ്രചോദനമാണ് നൽകിയത്. നേരെ തിരിച്ച് നമ്മൾ പറയും പലപ്പോഴും. കാരണം വിദ്യാർത്ഥികൾ അധ്യാപകനെ സ്വാധീനിക്കുമെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ബഹുമാനായ SV സുബിൻ. അത് ഞങ്ങൾ തമ്മിൽ മത്സരിച്ചുകൊണ്ടൊന്നും പറയുന്ന കാര്യമല്ല. സന്തോഷ് കുമാർ എന്ന് പറയും, TM സന്തോഷ് കുമാർ സുബിൻ്റെ കൂടെ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹം മല്ലപ്പള്ളി സന്തോഷ് കുമാർ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അദ്ദേഹം വലിയൊരു സംഗീതം അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഗായകനായിരുന്നു. അത് ഞാൻ ഓർത്തെടുക്കുകയാണ്. സുബിനുമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും ഈ അധ്യാപകൻ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ നന്മകൾ വിവരിക്കുമായിരുന്നു. പാർട്ടിയിലെ നേതാക്കൾ എതിർ സ്ഥാനാർത്ഥിയുടെ ഗുണഗണങ്ങൾ വിശേഷിപ്പിക്കുന്നതിനെ എതിർത്തെങ്കിലും തനിക്കതിനെ കഴിയുമായിരുന്നില്ലെന്നും ഡോക്ടർ ബിജു ടി ജോർജ് പറഞ്ഞു. ഏത് വേദിയിൽ പോയാലും പറയുന്നത്, അത് തിരഞ്ഞെടുപ്പ് മത്സരവേദിയിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില ആൾക്കാർ പറയും അങ്ങനെ പറയണ്ടെന്ന് പറയും, പേരൊന്നും പറയരുതെന്നാ പറയുന്നത്. എനിക്കങ്ങനെയൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. പലപ്പോഴും പേരൊക്കെ പറയുമ്പോൾ നമ്മളതിന് ഒരു പരസ്യം കൊടുക്കുന്നവർ തോന്നും. കാരണം സുബിൻ എൻ്റെ ഏറ്റവും നല്ല ക്ലാസ്സിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ, ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഈ സബ്ജക്റ്റുകളൊക്കെ വളരെ സജീവമാണ്, വളരെ കുട്ടികൾ പഠിക്കും. ഇനി ഇംഗ്ലീഷിനാണ് സ്വല്പം ബുദ്ധിമുട്ടുള്ളത്. ഇംഗ്ലീഷ് ഒഴികെ മറ്റ് എല്ലാ വിഷയങ്ങളിലും തന്റെ ഈ ശിഷ്യൻ മിടുക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ അധ്യാപകരുടെ പ്രിയപ്പെട്ടവനായും അദ്ദേഹം മാറി. ചെറുപ്പം മുതൽ പ്രസംഗത്തിലും സുബിൻ തന്റെ കഴിവ് തെളിയിച്ചിരുന്നു. അധ്യാപകനായി ആദ്യമായി ഡോക്ടർ ബിജു ടി ജോർജ് പ്രവർത്തിച്ചത് മല്ലപ്പള്ളിയിലെ ഒരു പ്രൈവറ്റ് കോളേജിലായിരുന്നു. 400 കുട്ടികളിൽ കൂടുതൽ ഈ കോളേജിൽ ഉണ്ടായിരുന്നു. അതിലെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു SV സുബിൻ എന്ന് ഡോക്ടർ ബിജു ടി ജോർജ് പാലക്കത്തകടി സെന്റ് മേരീസ് സ്കൂളിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു. അദ്ദേഹത്തിന് ഈയിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിനെക്കുറിച്ച് സംസാരിച്ചായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ ഓർക്കുകയായിരുന്നു, അന്നത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് പെട്ടെന്ന് കോളേജിലേക്ക് ചെല്ലുമ്പോൾ വലിയൊരു ചേഞ്ചാണ് ഉണ്ടാകുന്നത്. അത് മാറ്റിവെക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ, ഈ പ്രൈവറ്റ് സ്ഥാപനത്തിലുള്ള വിദ്യാർത്ഥികൾ പോലും അവരെ സബ്ജക്റ്റിൽ വളരെ ഉന്നതമായ നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികളായിരുന്നു. തുരുത്തിക്കാട് BAM കോളേജിൻ്റെ ഡിഗ്രി ക്ലാസ്സിലെ ഏറ്റവും നല്ല 5 വിദ്യാർത്ഥികൾ ഞാൻ പഠിപ്പിച്ച ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളായിരുന്നു എന്ന് ഞാൻ ഓർത്തെടുക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഉറ്റുനോക്കിയ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായിരുന്നു ഗുരുവും ശിഷ്യനും മത്സരിച്ച മല്ലപ്പള്ളി ഡിവിഷൻ. ഇതിൽ ഗുരു വിജയിച്ചെങ്കിലും തന്റെ ശിഷ്യനെ ചേർത്ത് നിർത്തുന്നതിൽ ഈ ഗുരു ഇപ്പോഴും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിരുന്നു SV സുബിൻ. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് ഡോക്ടർ ബിജു ടി ജോർജ്.